ഹലോ, ആരൊക്കെയാണ് ഇന്ന് കഥ കേൾക്കാൻ വന്നിരിക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ മക്കൾക്ക് മക്കളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കണ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നത്തേക്കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തേക്കൂടെ മക്കളുടെ ജീവിതത്തിൽ മക്കൾ കടന്നു പോയിട്ടുണ്ടാവും. ഉദാഹരണം പറയാം, വീട്ടിൽ ഒരു അനിയനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഉണ്ടെങ്കിൽ, ചേട്ടനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ പിറന്ന വേറെ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ചില ടോയ്സ് എടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായിട്ട് ഉള്ളവർക്ക് വേണ്ടിയുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു ടോയ് വേറെ ഒരാൾക്ക് കൊടുത്തു വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് എൻ്റെയാണ്, ഞാൻ കൊടുക്കില്ല, എൻ്റെ മാത്രം, ഇത് എൻ്റെ വീടാണ്, എൻ്റെ കാറാ, എൻ്റെ പേന, എൻ്റെ ബുക്ക്, ആർക്കും ഞാൻ കൊടുക്കില്ല, എൻ്റെ ബൈബിളാണ്, എൻ്റെ കളിപ്പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മക്കൾ എപ്പോഴെങ്കിലും ആർക്കും കൊടുക്കാണ്ട് അങ്ങനെ പിടിച്ചു വയ്ക്കാറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഥ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾ ശരിക്കും ഫുള്ളായിട്ട് കേൾക്കണം. അപ്പോൾ ഈ കഥ നടക്കുന്നത് നോഹയുടെ പ്രളയം ഉണ്ടായി ആൾക്കാരൊക്കെ മരിച്ച് അതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ കഥ നടന്നിരിക്കുന്നത്. അപ്പോൾ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 2 പേരുണ്ടായിരുന്നു, അബ്രാമും ലോത്തും. ആരായിരുന്നു? അബ്രാമും ലോത്തും. അപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നായിരുന്നു. ലോത്തിനും അതേപോലെ തന്നെ ഭാര്യ ഉണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും നല്ല ഭൂസ്വത്തുണ്ടായിരുന്നു. ഭൂസ്വത്തെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ആടുണ്ടായിരുന്നു, പശു, അങ്ങനെ സ്വത്തുവകകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 100, 200 അങ്ങനെ ആ ലെവലിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവരൊരു ദേശത്ത് ചെന്ന ആ ദേശത്ത് കുറേ സ്ഥലം ഇവർക്ക് തന്നെ വേണം. കാരണം ഇവരുടെ ഈ സ്വത്തും കാര്യങ്ങളും എല്ലാം വെക്കാൻ സ്ഥലം വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ അബ്രാമിന് വന്നിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് ദൈവം പറഞ്ഞു, നീ ഈ ദേശത്ത് നിന്ന് വിട്ട് ഞാൻ പറയുന്ന ദേശത്തോട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് പോകണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രാം അത് കേട്ട് പുറപ്പെട്ടു. എവിടെ നിന്ന്? അവൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ പുറപ്പെട്ടു. അങ്ങനെ അവൻ പുറപ്പെട്ട് അവൻ്റെ ആട്, മാട്, അവൻ്റെ സ്വത്തുവകകളെല്ലാം അത് നോക്കാനുള്ള പരിചാരകർ, അങ്ങനെയുള്ളവരെല്ലാം അവൻ്റെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് അവൻ പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ലോത്തും പുറപ്പെട്ടു പോയി. അങ്ങനെ അവർ പുറപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞ് അവരൊരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്ത് അവർ നിന്നു. അപ്പോൾ ഇവർ ചെന്ന സ്ഥലത്ത് ഇവരുടെ സാധനങ്ങൾ, അബ്രാമിന് ഒത്തിരി സാധനങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അബ്രാമിൻ്റെ സാധനങ്ങൾ വെക്കാൻ അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൊള്ളാൻ ഉള്ളതിനേക്കാളും ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലോത്തിൻ്റെ കൂടെ കുടുംബം അവിടെ നിൽക്കാനേ പറ്റില്ല, അത്രമാത്രം സ്ഥലം ഇവർക്ക് വേണമായിരുന്നു. അപ്പോൾ അബ്രാം പറഞ്ഞു, ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ 2 പേരും സഹോദരന്മാരാണ്, നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം വേണ്ട. നാളെ എൻ്റെ പണിക്കാരും ലോത്തിൻ്റെ പണിക്കാരും തമ്മിൽ ഒരു പ്രശ്നം, ഒരു വഴക്കും നമ്മുടെ ഇടയിൽ വേണ്ട. അതുകൊണ്ട് നിനക്ക് വേണ്ട സ്ഥലം ഏതാണെന്ന് നോക്കി നീ ഫസ്റ്റ് സെലക്ട് ചെയ്തോ, ചൂസ് ചെയ്തോ, എടുത്തോ എന്നുള്ളത് അബ്രാം ലോത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ലോത്ത് എന്ത് ചെയ്തു? ഇത് കേട്ടിട്ട് ലോത്ത് ചുറ്റും പുറം നോക്കി. അപ്പോൾ ഇവർ നിൽക്കുന്നത് യോർദാൻ നദി എന്ന് പറഞ്ഞ നദിയുടെ കരയുടെ ആ ഭാഗത്താണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ലോത്ത് അവിടെ ചുറ്റും പുറം നോക്കിയിട്ട് ഈ നദിയുടെ കരയോരത്ത്, ഈ നദിയുടെ കരയിൽ എപ്പോഴും ആ അടുത്തുള്ള ഏരിയയിലെല്ലാം വെള്ളം നന്നായിട്ടുണ്ടാവും, നല്ല നീരോട്ടം ഉണ്ടാവും, നല്ല വൃക്ഷങ്ങളും പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ലതുമാണ്, അവിടെ ഒത്തിരി ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലോത്ത് അത് മനസ്സിലാക്കിയിട്ട് കാണാൻ നല്ലത്, നല്ല നീരോട്ടമുള്ള സ്ഥലം നോക്കി ലോത്ത് പറഞ്ഞു, ഞാൻ അതെടുക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അബ്രാമിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അബ്രാം ഓക്കെ. അബ്രാം അതിനൊന്നും പറഞ്ഞില്ല. ലോത്ത് എന്തെടുത്തോ അതിൽ അബ്രാം ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും പറയാൻ പോയില്ല. അബ്രാം വന്നിട്ട് ലോത്ത് പറഞ്ഞത് ലോത്തിന് കൊടുത്തു. ലോത്ത് അതെടുത്തു. മാത്രമല്ല, ലോത്ത് എന്തെടുത്തോ അതിൻ്റെ എടുക്കാത്ത സൈഡുള്ളത് അബ്രാമും എടുത്തു. അങ്ങനെ അവർ തമ്മിൽ ഒരു വഴക്കില്ലാണ്ട് ഇരിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യം ഇതാണ്. അബ്രാമിന് വേണ്ടി ചിന്തിക്കായിരുന്നു, ലോത്ത് നല്ലതെടുത്തു, എനിക്ക് നല്ലത് തരാണ്ട് ലോത്ത് നല്ലതെടുത്തു, അത് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതൊന്നും അബ്രാം ചിന്തിച്ചില്ല. അബ്രാം എന്ത് ചിന്തിച്ചു? അവനിഷ്ടമുള്ളത് അവൻ എടുക്കട്ടെ,
ബാക്കിയുള്ളത് എനിക്ക്. അബ്രാം വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് അബ്രാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോത്ത് അതെടുത്തപ്പോൾ അതിനൊന്നും അബ്രാം പറയാണ്ടിരുന്നത്. ഇതുപോലെ വിട്ടുകൊടുക്കാൻ മക്കൾക്ക് പറ്റാറുണ്ടോ? എൻ്റെ ടോയ് അല്ലെങ്കിൽ എൻ്റെ ബുക്കാണ്, എൻ്റെ പേനയാണ്, എൻ്റെ ടി വിയാണ്, എൻ്റെ സൈക്കിളാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ അതെന്താണെന്നുള്ളത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ആണ് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം? അബ്രാമിനെ പോലെ ഒരു വഴക്ക് ആരുമായിട്ട് ഉണ്ടാക്കാണ്ടിരിക്കാൻ ഒരവസരം കൊടുക്കാണ്ട് അവർക്കിഷ്ടമുള്ളത് അവരെടുക്കട്ടെ. നമ്മൾ ചില സമയത്ത് വിട്ടുകൊടുക്കണം. നമ്മൾ വിട്ടുകൊടുത്താൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അതായിരുന്നു ഇന്നത്തെ ചെറിയ കഥ. അതുകൊണ്ട് ഇനി മക്കളുടെ ചേട്ടന്മാരായിട്ടോ അനിയന്മാരായിട്ടോ ചേച്ചിമാരായിട്ടോ അനിയത്തിമാരായിട്ടോ കസിൻസായിട്ടോ ഒന്നും ഒരു വഴക്കം ഉണ്ടാക്കരുത്. ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, വിട്ടുകൊടുക്കണം. ചിലപ്പോൾ മൊത്തം കൊടുക്കേണ്ടി വരും. എന്നാലും നമ്മൾ കൊടുക്കുന്നത് കണക്കിടുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ്. ദൈവം നമ്മളെ അതിൽ ആ കണക്കിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്ന മക്കളായിട്ട്, വിട്ടുകൊടുക്കുന്ന മക്കളായിട്ട് മക്കളിരിക്കണം. അതാണ് ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത കഥയായിട്ട് അടുത്ത ദിവസം വരാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.